ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മുതൽ ഒരു 100 ദിവസത്തേക്ക് നമ്മളൊരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുവാണ്, പൊതിച്ചോറ് ചലഞ്ച്. അപ്പോൾ നമ്മളൊരു 5 പൊതിച്ചോറ് മേടിച്ചിട്ടുണ്ട്. ഡിസർവിംഗ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് നമുക്ക് അവർക്ക് കൊടുക്കാം. ഫുഡ് കഴിച്ചാ? ഊണ് കഴിച്ചാ? എന്ത് പറ്റി? കാശ് വേണോ? കാശ് മതിയാ? എന്താ എന്നാ ഇതും കൂടി വെച്ചോ. വേറെ ആർക്കാണെങ്കിലും അറിയാവുന്ന ആരെങ്കിലും അവർക്ക് കൊടുത്തോ. അച്ഛന് വിശക്കുമ്പോൾ അച്ഛൻ കഴിച്ചാൽ മതി, കുഴപ്പമില്ല. എന്തൊക്കെ തന്നെ പറഞ്ഞാലും വിശപ്പ് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലുതെന്ന് ഇന്നും മനസ്സിലായി. ഭക്ഷണം കൊടുത്തപ്പോൾ ആദ്യം മടിച്ചെങ്കിലും പിന്നീട് നിർബന്ധിച്ചപ്പോൾ അച്ഛന് നിരസിക്കാൻ തോന്നിയില്ല. ശിശുപാലൻ എന്നാണ് പേര് പറഞ്ഞത്. ഭാര്യ മരിച്ചിട്ട് വർഷങ്ങളായി, മക്കളെക്കുറിച്ച് ഒരറിയുമില്ല എന്നാണ് പറയുന്നത്. പലരെയും അടുത്തറിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവർ എത്രത്തോളം നിഷ്കളങ്കരാണെന്നും. കുറെ നാളായി ഇവിടെ അച്ഛനിപ്പോ എന്ത് പ്രായമുണ്ട്? എന്ത് പ്രായമുണ്ട്? വയസ്സ് എത്രയുണ്ട് അറിയാവോ? 80 ആണോ? ഉച്ചക്ക് ഫുഡ് കഴിക്കാറുണ്ടോ? ഉച്ചക്ക് ഫുഡ് കഴിക്കാറുണ്ടോ? ഉച്ചക്ക് ഭക്ഷണം കഴിക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഇതുപോലെ ആരെങ്കിലും കൊണ്ടുവന്ന് തന്നാൽ മാത്രമേ കഴിക്കുകയുള്ളൂ എന്ന് അച്ഛൻ പറഞ്ഞു. ഫുഡ് കഴിച്ചായിരുന്നോ? കഴിച്ചില്ല. ആ പേരെങ്ങനെയാ? നമ്മളെ പേരെന്താ? മണിമേഖല. ഇവിടെ എപ്പോഴും ഉള്ള சாப்பாடு கொண்டு வாங்கிட்டு போய் அவங்க ആണല്ലേ? அண்ணன் மறுத்து போய் മക്കള് അങ്ങനെ ആരുമില്ല. போக மாட்டேன், வழக்கா இது கொண்டு വഴക്കാണോ? வழக்கான அவங்க அச்சன் மச்சல் கொண்டு ശരിയായ ഊര് എവിടെയാ? തിരുച്ചി, തമിഴ്നാട് തിരുച്ചി. அது பாத்துட்டு போவாங்க. வேற ஒண்ணும் சரிப்பா, நல்லா കേട്ടാ. ശരി ശരി. വെള്ളം മേടിക്കണോ? വെള്ളം ഉണ്ടോ? ഞങ്ങൾ ഇടക്ക് വരാം കേട്ടാ. ശരി ശരി. ഓക്കെ. ഈ ഒരു വീഡിയോ കാണുന്നതിൽ ഭൂരിഭാഗം പേര് ഞങ്ങളെ കുറ്റം പറഞ്ഞാലോ തെറി പറഞ്ഞാലോ ഒരു കുഴപ്പമില്ല. കാരണം ഒരു നേരം പട്ടിണി കിടക്കുന്ന പോലെയല്ല ഇവരുടെ കാര്യം. വയറു നിറയെ ഭക്ഷണം കൊടുത്താൽ മനസ്സ് നിറഞ്ഞ് ചിരിക്കുന്നവരാണ് ഇവരെല്ലാവരും. ഇനിയും ഞങ്ങൾ വരുമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും, അത് എത്ര തന്നെ തടസ്സങ്ങൾ നേരിട്ടാലും. കഴിച്ചപ്പ ഇന്ന് എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു. നമ്മൾ ഡിസ്റ്റോറിംഗ് ആയിട്ടുള്ള ആൾക്കാരെ തന്നെ കണ്ടെത്തി അർഹതപ്പെട്ടവർക്ക് നമ്മൾ കൊടുത്തു എന്ന് തന്നെ പറയാം. മാക്സിമം ആരും ഫുഡൊന്നും വേസ്റ്റ് ചെയ്യാതിരിക്കുക. ഇതേപോലെയുള്ള ആൾക്കാരൊക്കെ കാണുവാണെങ്കിൽ ഒരു നേരത്തെ ഒരു ആഹാരം മേടിച്ചു കൊടുക്കുക. വിശപ്പിന്റെ വില അറിഞ്ഞൊരു ദിവസം കൂടിയാണ്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മള് കുറച്ചു പേർക്ക് ആഹാരം മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇതേപോലെ ഞങ്ങള് ഓരോ ജില്ലകളിലും വന്ന് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇങ്ങനെ ജസ്റ്റ് ഇരിക്കുന്ന ആൾക്കാരൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റോ ലൊക്കേഷൻ എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് തരിക. അവർ സ്ഥിരം ഇരിക്കുന്നവരാണ്, നമുക്ക് വീഡിയോയുടെ അടിയിൽ വന്നിട്ടോ അല്ലെങ്കിൽ DM ചെയ്തോ പറഞ്ഞാൽ മതി, നമ്മൾ അവിടെ ചെല്ലുന്നതായിരിക്കും. അപ്പോൾ ബൈ ഗൈസ്.